സഹകരണ ബാങ്ക് സംബന്ധിച്ച ഇന്നത്തെ കോടതി വിധി ആർക്കൊക്കെയാണ് തിരിച്ചടിയാവുക? അതിൻ്റെ മാനങ്ങൾ എന്തൊക്കെ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. എം.വി. ജയരാജൻ, അഡ്വക്കേറ്റ് വി.കെ. ബിജു, കെ.വി.എസ്. ഹരിദാസ്, കരകുളം കൃഷ്ണപിള്ള എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന് കാണാം. സഹകരണ ബാങ്കുകൾക്ക് ഭാഗികമായ ആശ്വാസമാണ് ഇന്നുണ്ടായത് എന്നും വേണമെങ്കിൽ പറയാം. നിക്ഷേപമായി സ്വീകരിച്ച പഴയ നോട്ടുകൾ സഹകരണ ബാങ്കുകൾക്ക് RBIയിൽ നിക്ഷേപിക്കാമെന്ന് സുപ്രീം കോടതി. എന്നാൽ നോട്ട് മാറ്റത്തിന് ഡിസംബർ 30 വരെ കാത്തിരിക്കാനും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ പുതിയ നോട്ടുകൾ എപ്പോൾ സഹകരണ ബാങ്കുകളിൽ എത്തിക്കാനാകുമെന്ന കാര്യത്തിൽ കേന്ദ്രം മറുപടി നൽകിയില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. നവംബർ 10 മുതൽ 14 വരെ നിക്ഷേപമായി സ്വീകരിച്ച പഴയ നോട്ടുകൾ സഹകരണ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. എന്നാൽ അസാധുവാക്കിയ നോട്ടുകൾ മാറ്റുന്ന കാര്യത്തിൽ സഹകരണ ബാങ്കുകൾക്കുമേൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണത്തിൽ ഇളവ് നൽകാനാകില്ലെന്നും കോടതി അറിയിച്ചു. വിനിമയങ്ങൾക്ക് ഇപ്പോൾ അനുമതി നൽകുന്നത് സർക്കാർ നടപ്പാക്കുന്ന നോട്ട് പിൻവലിക്കൽ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടികൾ ആസ്തിയുള്ള സഹകരണ ബാങ്കുകൾക്ക് 15 ദിവസം കൂടി കാത്തിരുന്നുകൂടെ എന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചോദിച്ചു. ഡിസംബർ 30 ശേഷം സർക്കാർ നിബന്ധനകളിൽ ഇളവ് കൊണ്ടുവന്നേക്കാമെന്നും അതിനുശേഷം വിഷയം പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി. KYC നോംസ് പാലിച്ച് ജില്ലാ ബാങ്കിൽ 14 ജില്ലാ ബാങ്കിനും സ്വീകരിച്ച ആ തുക റിസർവ് ബാങ്ക് അംഗീകരിക്കും എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ഹർജിയിൽ ഞങ്ങളോട് വിവേചനമായി പെരുമാറി എന്നതിന് ഉള്ള ഒരു അംഗീകാരമായി ഞങ്ങൾ കാണുന്നു. അതേസമയം കോടികൾ റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന സർക്കാരിന് 24,000 രൂപ പോലും ആഴ്ചയിൽ നൽകാനാകുന്നില്ലല്ലോ എന്നും ചിലരുടെ കയ്യിൽ മാത്രം ലക്ഷക്കണക്കിന് പുതിയ നോട്ടുകൾ എത്തുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. സർക്കാർ ആശുപത്രികളിൽ പോലും വിനിമയത്തിന് നിയന്ത്രണം കൊണ്ടുവന്നത് ആശങ്കാജനകമെന്നും കോടതി വ്യക്തമാക്കി. പെട്രോൾ പമ്പുകളിലൂടെ പോലും കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെന്നും അതിനാലാണ് നിയന്ത്രണം ശക്തമാക്കിയതെന്നുമായിരുന്നു അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയുടെ മറുപടി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ശ്രീ എം.വി. ജയരാജൻ, അഡ്വക്കേറ്റ് വി.കെ. ബിജു, ഒപ്പം കെ.വി.എസ്. ഹരിദാസ്, പിന്നെ കരകുളം കൃഷ്ണപിള്ള ടെലിഫോൺ ലൈനിലും നമ്മോടൊപ്പം ചേരും. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള ആദ്യം പെട്ടെന്ന്. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ എം.വി. ജയരാജൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ, കെ.വി.എസ്. ഹരിദാസ്, അഡ്വക്കേറ്റ് വി.കെ. ബിജു എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ എം.വി. ജയരാജനിലേക്ക് തന്നെ പോകാം. ശ്രീ എം.വി. ജയരാജൻ, യഥാർത്ഥത്തിൽ ഇന്ന് കോടതിയിൽ പുരോഗമിച്ച കാര്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ ഒരുപക്ഷെ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമാണ് കാര്യങ്ങൾ, അങ്ങനെ പരിണമിച്ചേക്കാം എന്ന് തോന്നുന്നതല്ലേ വിവരങ്ങൾ? കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണ് സഹകരണ ബാങ്കുകൾ എന്ന വാദം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിക്കലിന് പറഞ്ഞ കാരണങ്ങൾ പിൻവലിച്ചതുപോലെ ഇതും പിൻവലിച്ചില്ലേ? അതടക്കം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിജയമല്ലേ? കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. 1600ഓളം വരുന്ന സഹകരണ ബാങ്കുകൾ ജനങ്ങളുടെ ഗ്രാമങ്ങളിലെ ആശ്രയമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇപ്പോൾ എത്തിച്ചേർന്ന നിഗമനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരു തർക്കവും വേണ്ട, അത് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ്. കാരണം BJP അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം സഹകരണ ബാങ്കുകൾ കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണ് എന്ന വാദം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലോ സുപ്രീം കോടതിയുടെ വിലയിരുത്തലുകളിലോ നിരീക്ഷണങ്ങളിലോ ഒന്നും തന്നെയില്ല. അപ്പോൾ കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണെന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഉന്നയിച്ച ആരോപണം തള്ളിക്കളയുന്നു. നല്ല പണത്തിൻ്റെ കേന്ദ്രമാണ് സഹകരണ ബാങ്കുകൾ. ഒപ്പം സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ കറൻസി ലഭ്യമാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. കാരണം കഴിഞ്ഞ 10-നും 14-നും മധ്യേ നവംബർ മാസം സഹകരണ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് സ്വീകരിക്കുകയില്ല എന്നതായിരുന്നു BJP നേതാക്കന്മാർ ഉയർത്തിയ വാദം. അവർ പറഞ്ഞു അത് കള്ളപ്പണമാണ്, അതുകൊണ്ട് അത് വാങ്ങാൻ പാടില്ല. എന്നാൽ സുപ്രീം കോടതി ഇവരുടെ കൈവശമിരിക്കുന്ന 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി വാങ്ങുകയും തത്തുല്യമായ
പുതിയ പണം നൽകണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്താ? കള്ളപ്പണത്തിൻ്റെ വാദമേ പോയി. മറ്റൊന്ന്, സഹകരണ ബാങ്കുകളും വാണിജ്യ ബാങ്കുകളും തമ്മിൽ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നുള്ള ഒരു ഒരുമയുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. സഹകരണ ബാങ്കുകൾ പ്രാഥമിക ബാങ്കുകൾ, അത് റിസർവ് ബാങ്കിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. 2012 നിയമ ഭേദഗതി അനുസരിച്ച് ലൈസൻസ് ആവശ്യമില്ലെന്ന് റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ അത് സംസ്ഥാന സഹകരണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ബാങ്കിങ് വ്യാപാരമാണ് നടത്തുന്നത്. അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാനും പണവ്യാപാരം നടത്താനും ജനങ്ങൾക്ക് വായ്പ നൽകാനും ഈ സ്ഥാപനത്തിന് സഹകരണ നിയമപ്രകാരം അനുമതിയുമുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി പ്രധാനമായും സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തിന് സഹായകരമാവുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ സഹകരണ ബാങ്കുകൾക്ക് അവരുടെ കൈവശമുള്ള പണം, വെള്ളപ്പണമായ പണം, അത് 500-ൻ്റെയും 1000-ൻ്റെയും അസാധുവാക്കിയ നോട്ടുകൾ വാങ്ങി തത്തുല്യ തുകക്ക് പുതിയ കറൻസി നൽകണമെന്ന വ്യവസ്ഥ കൂടി വന്നതോടെ പൊതുവെ സ്വാഗതാർഹമായ കാര്യമാണ് ഇതെന്ന് നമുക്ക് പറയാം. തീർച്ചയായും. പക്ഷേ ഉണ്ട്, അതിലേക്ക് എത്താം. ശ്രീ എം വി ജയരാജൻ, KVS ഹരിദാസ്, അതായത് ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ പലതും മാറ്റിപ്പറയുകയാണ്. ഉദാഹരണത്തിന് നോട്ട് പിൻമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കാര്യങ്ങളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ 12.5 ലക്ഷം കോടി അടക്കം എത്തിക്കഴിഞ്ഞു. 31 ആകുമ്പോൾ പലതും പൊളിയും എന്ന വാർത്ത വരുന്ന ഘട്ടത്തിൽ ക്യാഷ്ലെസ് എന്ന പുതിയ സംവിധാനം ഒരുപക്ഷെ മുമ്പൊക്കെ പറയുന്നതാണെങ്കിലും ഈ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. പരാജയം നമ്പർ 1. 2, ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല. 24,000 എന്ന പരിധി പോലും നൽകാനാകുന്നില്ല എന്നത് പരാജയം നമ്പർ 2. 3, സഹകരണ മേഖലയിൽ ഈ സാധാരണക്കാരായ ജനങ്ങളെ അടക്കം ഇത്രയേറെ വലച്ചത്, അവരെ മുഴുവൻ പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിർത്തിയത് കള്ളപ്പണത്തിൻ്റെ വലിയ നിഴൽ അവർക്ക് മേലുണ്ട് എന്ന വാദം രാഷ്ട്രീയമായി നിരത്തിക്കൊണ്ടുകൂടിയാണ്. പക്ഷേ ആ വാദം നിങ്ങൾ സർക്കാർ സത്യവാങ്മൂലത്തിൽ നൽകിയതുമില്ല. ഇന്നാകട്ടെ 10 മുതൽ 14 വരെയുള്ള എല്ലാ പണവും RBIയിൽ അടയ്ക്കാമെന്നും കോടതി വിധി വന്നു. യഥാർത്ഥത്തിൽ സഹകരണ ബാങ്ക് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവർ മുമ്പോട്ട് വെച്ച വാദങ്ങൾ ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യമായി എന്ന് വിലയിരുത്തിയാൽ തെറ്റില്ല. ശ്രീ KVS, പരാജയം നമ്പർ 4. അജിം ഷാദെ, സന്തോഷം. ശ്രീ എം വി ജയരാജൻ വലിയൊരു സഹകാരിയാണ്. ഈ രംഗത്ത് അനവധി വർഷത്തെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇന്നത്തെ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പരാമർശിച്ചത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതിന് കാരണം ഞാൻ അജിം ഷാദ് പറഞ്ഞതല്ല അതിൻ്റെ ഒരു വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ ഏതാണ്ട് എല്ലാം തന്നെ സുപ്രീം കോടതി ഇന്ന് ശരിവച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. ജയരാജൻ അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു, സന്തോഷം. പക്ഷെ ഇവിടെ ഒരു ആശയക്കുഴപ്പം ഞാൻ കാണുന്നുണ്ട് അജിം ഷാദെ. ഈ സുപ്രീം ജയരാജൻ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ അല്ല സ്വാഗതം ചെയ്തത്, മറിച്ച് കോടതിയിൽ ഇന്ന് സഹകരണ മേഖലയ്ക്ക് അനുകൂലമായി ഉരുത്തിരിഞ്ഞേക്കാവുന്ന വാദത്തിന്റെ തുടക്കങ്ങളെയാണ് അദ്ദേഹം സ്വാഗതം ചെയ്തത്. പറയാം, തുടരാം ശ്രീ KVS. അജിഷാദെ, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഈ ശ്രീ ജയരാജൻ സ്വാഗതം ചെയ്തത് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഇതിനെ നിരാശാജനകം എന്നാണ് പ്രതികരിച്ചത്. ഇതിനോട് അല്ല, അത് ജയരാജൻ പറഞ്ഞത് ശരിവെക്കുമ്പോൾ തന്നെ പക്ഷേ ഇട്ട് ചില കാര്യങ്ങൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ട്. വിശ്വാസ്യത പോകുന്നതും മുഴുവൻ കാര്യങ്ങളും സാധാരണ ബാങ്കുകളെ പോലെ അവസ്ഥയിലേക്ക് എത്തുന്നതും അതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. അതിൽ രണ്ടിലും വൈരുദ്ധ്യമില്ല. പറയാം ശ്രീ KVS, താങ്കളോട് ആഡ് ചെയ്തേ ഉള്ളൂ. ഞാൻ വരാം.
അല്ല ഞാനതിലേക്ക് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യം മുതലേ ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. BJP-യുടെ ചില നേതാക്കന്മാർ പരസ്യ പ്രസ്താവനകൾ നടത്തിയത് കാണാതെ പോവുകയല്ല. പക്ഷേ അരുൺ ജെയ്റ്റ്ലി ഡേ 1 മുതൽ എടുത്തൊരു നിലപാടുണ്ട് ഇതിനകത്ത്. ഇത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാൻ സമയമെടുക്കും, എന്നാൽ പരിഹരിക്കാം. എനിക്ക് തോന്നുന്നു തോമസ് ഐസക്കും അതിനു മുമ്പ് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും കണ്ടപ്പോഴും ഒക്കെ തന്നെ പറഞ്ഞത് അത് തന്നെയാണ്. അതേ നിലപാടാണ് ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിലുള്ള പൈസ സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ ഈ സമയത്ത് കാണാതെ പോയിക്കൂടാ. അന്നും പറഞ്ഞിരുന്നു, ആ സമയത്ത് അതിന് പരിഹാരം ഉണ്ടാവും. കാരണം റിസർവ് ബാങ്കിൻ്റെ അനുമതിയോട് കൂടി ആണ് പഴയ നോട്ടുകൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ശേഖരിച്ചത്. പക്ഷെ അത് 14 കഴിഞ്ഞപ്പോൾ നിർത്തിയല്ലോ. ഇങ്ങനെ അനുവദിച്ചത് ശരിയാണ്, ജില്ലാ സഹകരണ ബാങ്കുകളെ സ്വീകരിച്ചു എന്ന് കോടതിയുടെ ഈ വിധി വരുന്ന ഘട്ടത്തിൽ പറയുമ്പോൾ ഈ 4 ദിവസം കഴിഞ്ഞത് അത് വേണ്ടെന്ന് വെച്ചല്ലോ, 10 മുതൽ 14 വരെ. അതാണ് കോടതി എന്ന് പറഞ്ഞത്. അതെ, അല്ല ഞാൻ പറഞ്ഞതല്ല, അതല്ല ആജിം ഷാദെ, ഞാൻ പറഞ്ഞെടുത്തോട്ടെ. ഞാൻ പറഞ്ഞത് 14-ാം തീയതി വരെ ശേഖരിച്ചത് കയ്യിലുണ്ട്, അത് ചെയ്തു കൊടുക്കാമെന്നുള്ള നിലപാട് ആദ്യം മുതലേ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സഹകരണ ബാങ്കുകൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സൗകര്യം വേണം എന്നുള്ള അവകാശവാദം ഇന്നിപ്പോൾ സുപ്രീം കോടതി നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞത്? ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകിയാൽ, ഞാൻ സുപ്രീം കോടതിയുടെ വാക്കുകളാണ് ഉദ്ധരിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകിയാൽ ഈ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്ക്, തീരുമാനങ്ങൾക്ക് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആദ്യം മുതൽ സ്വീകരിച്ചിരുന്ന നിലപാട്. അങ്ങനെയല്ല. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാകില്ലേ അങ്ങനെ നിരോധിച്ചാൽ? 15 ദിവസവും കൂടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തുകൂടെ എന്നാണ്. അതിൽ വലിയ പോസിറ്റീവ് വശമാണ് കാണുന്നതെന്നാണ് എനിക്ക് നിരീക്ഷിക്കാനാകുന്നത്. കാരണം സർക്കാർ ഉദ്ദേശശുദ്ധി അത് കണക്ക് നടക്കട്ടെ, കാര്യം സുഗമമായി വരുമോ എന്ന് നോക്കട്ടെ എന്നൊരു ധ്വനി കൂടി അതിലില്ലേ? അല്ല അജിം ഷാദെ, കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കും എന്നതാണ് വാക്ക്. ശരി, ഇന്ന് ആ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന ശ്രീ അഡ്വക്കേറ്റ് VK ബിജുവിനോട് നമുക്ക് ചോദിക്കാം. ശ്രീ KVS ബിജു ഇരിപ്പുണ്ടല്ലോ. ശ്രീ ബിജു അഡ്വക്കേറ്റ്, അതായത് ഇന്ന് സുപ്രീം കോടതിയിൽ കഴമ്പുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പുരോഗമിച്ചത്? ഒരു പക്ഷേ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടും ഒപ്പം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഹർജികൾ സംയുക്തമായി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിൽ ഒരു ഹർജിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ഹർജി വിഭാഗത്തിൻ്റെ അഭിഭാഷകനായിരുന്നല്ലോ താങ്കൾ. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ പുരോഗമിച്ചത്? KVS പറയുന്നത് ആ അർത്ഥത്തിലാണോ സ്വീകരിക്കേണ്ടത്? എന്തൊക്കെ പറയൂ. അജിംഷാദ്, ഈ കേസിനകത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നുവെങ്കിൽ രാജ്യം മുഴുവൻ നടക്കുന്ന പ്രശ്നങ്ങളെ പറയുവാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ കോടതിയിൽ നടന്ന സംഭവങ്ങൾ ഇന്നെന്നല്ല, ഈ കേസിനകത്ത് ഡേ 1 ഓൺവേഡ്സ്, അതായത് 8/11/2016 മുതൽ, ആ 8/11/2016 മുതൽ ഹാജരാകുന്ന ഒരു വക്കീലാണ് ഞാൻ ഫയൽ ചെയ്ത പെറ്റീഷനകത്താണ് ആദ്യം കപിൽ സിബൽ ഹാജരാകുന്നതും. എന്നാൽ വീണ്ടും കേരളത്തിലെ സഹകരണ പ്രശ്നങ്ങളും കൂടി കൊണ്ടുവരണം, കൽക്കട്ടയിലെ അടക്കം കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് മറ്റൊരു പെറ്റീഷൻ ഫയൽ ചെയ്താണ് ഇന്ന് ഞാൻ ഹാജരായിട്ടുള്ളത്. ആ പെറ്റീഷനകത്ത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് സെക്ഷൻ 26 സബ്സെക്ഷൻ 2-നെ ചലഞ്ച് ചെയ്യുന്നു. എന്നാൽ സെക്ഷൻ 26-നകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഇംപ്ലിമെന്റേഷൻ ഡിമോണിറ്റൈസേഷനിൽ നടത്തുമ്പോൾ 1956-ലും 1978-ലും പാർലമെന്റ് അടക്കമുള്ള സംവിധാനങ്ങളോട് ആലോചിച്ച് ചെയ്തിട്ടുള്ള വിഷയങ്ങളെയാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നിയമപരമായി പറയുമ്പോൾ, ഒന്ന്, സെക്ഷൻ 26 സബ്സെക്ഷൻ 2 ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും RBIക്കും കൊടുക്കുന്ന അറ്റ് എനി ഡേറ്റ് ഇത് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നുള്ള ചലഞ്ചും അതിനകത്തുണ്ട്.
മറ്റൊരു കാര്യം ശ്രീ ഹരിദാസ് അടക്കം മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 26 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്നത് എനി സീരീസ് ഓഫ് ഡിനോമിനേഷൻ ക്യാൻ ബി വിഡ്രോൺ ഓർ ലീഗൽ ടെൻഡർ ടു ബി സീസ്ഡ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എക്സിസ്റ്റിംഗ് സീരീസ് ഓഫ് ഡിനോമിനേഷൻസ് ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് വ്യത്യാസം? എനി സീരീസ് ഓഫ് ഡിനോമിനേഷൻസ് ക്യാൻ ബി ഗാന്ധി സീരീസ്, എ സീരീസ്, ബി സീരീസ് ആൻഡ് എക്സെട്ര എക്സെട്ര. നിങ്ങൾ എന്താ ചെയ്തത്? എക്സിസ്റ്റിംഗ് സീരീസ് മുഴുവൻ വിഡ്രോ ചെയ്തു. അപ്പോഴെന്താ സംഭവിച്ചത്? 86% കറൻസി, റണ്ണിങ് കറൻസി നിങ്ങൾ വിഡ്രോ ചെയ്തു. പാർലമെന്റിൽ പറഞ്ഞോ? ഇല്ല. കൺസേൺഡ് ഫൈനാൻസ് മിനിസ്റ്റർ ആലോചിച്ചോ? ഇല്ല. റിസർവ് ബാങ്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ നിയമപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വേണമെന്ന് നിയമമുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എവിഡൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ നടന്നത്? വൺ മാൻ ഷോ. ഒരു വൺ മാൻ ഷോ ആണ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നത്. നമ്പർ 1, സഹകരണ സ്ഥാപനത്തിന്റെ സംഘങ്ങളുടെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണ് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ഈ അവസരം കൊടുത്തത്? മണി എക്സ്ചേഞ്ചിനും മണി ട്രാൻസ്ഫറിനും മണി ഡെപ്പോസിറ്റിനും മണി വിഡ്രോവലിനും സെക്ഷൻ 56 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്. നിങ്ങൾക്കറിയുമോ? കോപ്പറേറ്റീവ് സൊസൈറ്റീസും സെക്ഷൻ 56ന്റെ പരിധിയിൽ വരുന്നു. മീൻസ് ബോത്ത് ആർ ഹാവിംഗ് ദ സെയിം കാറ്റഗറി ഓർ കപ്പാസിറ്റി ഓർ ദ എക്സിസ്റ്റൻസ്. നിങ്ങൾ എന്തുകൊണ്ടാണ് സഹകരണ സ്ഥാപനങ്ങളെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, രാഷ്ട്രീയം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ പറഞ്ഞു ഇന്ന് കോടതിയിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ്. സുപ്രീം കോടതി പ്രത്യേകിച്ച് ജഡ്ജ്മെന്റ് ആയിട്ടൊന്നും നടത്തിയില്ല. പക്ഷേ സുപ്രീം കോടതി ചോദിച്ച വളരെ സുപ്രധാനമായ, ശ്രീ ജയരാജൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അവതാരകൻ പറഞ്ഞ പോലെ ഒരു സുപ്രധാനമായ ഒരു കാര്യം ഇതാണ്. 8-ാം തീയതി നിങ്ങൾ ആദ്യത്തെ 8-ാം തീയതി എന്ന് പറയുമ്പം 7-ാം തീയതി ഒരു ക്യാബിനറ്റ്, അതിനുശേഷം 7:30 ഒരു പ്രൈം മിനിസ്റ്റർ നോട്ട് ടു ദ കൺട്രി, അതിനുശേഷം 8 മണിക്കോ 9 മണിക്കോ നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സമയം നിങ്ങളെല്ലാം നശിപ്പിച്ച് തകിടം മറിക്കുകയായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ വാദം. നമ്പർ 1. അടുത്തത്, കോടതിയിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കോടാനുകോടി രൂപ എക്സ്ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി സഹകരണ സ്ഥാപനങ്ങൾക്ക് 10/11/2016 നോട്ടിഫിക്കേഷൻ നിങ്ങൾ അധികാരം കൊടുത്തു. അതനുസരിച്ചിട്ട് മറ്റു ബാങ്കുകളെ പോലെ സെക്ഷൻ 56 RBI ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളെ പോലെ സഹകരണ സ്ഥാപനങ്ങളും ക്യാഷ് കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത ക്യാഷ് ബാങ്കുകളുടെ കാഷ്യറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കൃത്യം 3 ദിവസത്തിന് ശേഷം നിങ്ങൾ പറഞ്ഞു നോ, RBI ഗൈഡ് ലൈൻസ് അനുസരിച്ച് ലൈസൻസോടെ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കടക്കം അതിനുള്ള അധികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ അത്തരം ക്യാഷ് എങ്ങോട്ട് പോകണോ എന്ത് ചെയ്യണമെന്നും അറിയാൻ മേല എന്നുമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി അറ്റോർണി ജനറൽ എൻ്റെ സീനിയർ കൊളീഗായിട്ടുള്ള മിസ്റ്റർ റോദ്ഗി അവകാശം ഉന്നയിച്ചത്. അപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ചോദിച്ചത്, ശരി, ഈ ക്യാഷ് ഇനി സഹകരണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ റോദ്ഗി പറഞ്ഞു, എനിക്കറിയില്ല. സഹകരണ സ്ഥാപനങ്ങൾ നിങ്ങളുടെ RBIയിലേക്ക് തന്നാൽ ഈ ക്യാഷിന് പകരം ക്യാഷ് ന്യൂ നോട്ട്സ് കൊടുക്കുമോ? എപ്പോൾ കൊടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് അവിടുത്തെ വാദഗതികൾ പോയത്. നമ്പർ 1. ഇനി മറ്റൊരു കാര്യം ഹരിദാസിനെ പോലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഗ്യാസ് ഏജൻസികളിലും പെട്രോൾ പമ്പുകളിലും എന്ത് ടെററിസമാണ് സാറേ നടക്കുന്നത്? അവിടെ പഴയ നോട്ട് ഉപയോഗിച്ച എന്താ കുഴപ്പം? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയായ സദാനന്ദ ഗൗഡയുടെ ഒരു സഹോദരൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മരിച്ചപ്പോൾ ഡെഡ് ബോഡി വിഡ്രോ ചെയ്യുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഓൾഡ് നോട്ട് കൊടുത്തപ്പോൾ ആ ഹോസ്പിറ്റലിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നത് നമ്മൾ കണ്ടതല്ലേ? അതുപോലെ തന്നെ ഇതൊരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റിനകത്ത് 18 സംസ്ഥാനങ്ങളിൽ നിന്ന് മരിച്ചുപോയ, ക്യൂവിൽ നിന്ന് മരിച്ച, ആത്മഹത്യ ചെയ്ത ഏതാനും 100ഓളം ആളുകളുടെ കാര്യമാണ് ഇന്ന് ഞാൻ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ പാവങ്ങൾ ബ്ലാക്ക് മണി കൊണ്ട് നടക്കുന്നവരാണോ? കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ബ്ലാക്ക് മണിക്കാരാണോ? ഈ മരിച്ചുപോയവരും അവരുടെ ബന്ധുക്കളും ബ്ലാക്ക് മണിക്കാരും ടെററിസ്റ്റുകളുമാണോ? നിങ്ങൾ എന്തിനാണ് ഈ 86% വിഡ്രോ? നിങ്ങൾക്കറിയാം 78-ൽ എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്തതെന്ന്, ഡിമോണിറ്റൈസ് ചെയ്തതെന്ന്? 78-ൽ ഇത് വിഡ്രോ ചെയ്യുമ്പോൾ 5000-ന്റെയും 10,000-ന്റെയും 56-ൽ വിഡ്രോ ചെയ്യുമ്പോൾ ആ ഹൈ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് അതായിരുന്നു. ഇന്ന് 500-ന്റെയും 1000-ന്റെയും എന്ന് പറഞ്ഞാൽ റണ്ണിങ് നോട്ട്സ് 86% ആണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അത് വിഡ്രോ ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങൾ ഉന്നയിച്ച വാദം ഇതാണ്, നിങ്ങൾ എന്ത് ഹോംവർക്ക് നടത്തി? നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തു? 100-ന്റെയും 50-ന്റെയും നോട്ടുകളെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുത്തുകൂടായിരുന്നോ?
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിപ്ലൈ ആണ് ഇന്ന് കോടതിയെ പോലും ചൊടിപ്പിച്ചത്. അങ്ങനെയാണ് കോടതി ഒരു ഒബ്സർവേഷൻ നടത്തിയത്. ആ നടത്തിയ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മറ്റ് ബാങ്കുകൾക്ക് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് സെക്ഷൻ 56 സെക്ഷൻ 22 അനുസരിച്ച് ബാങ്കിംഗ് ബിസിനസ് അവർക്ക് നടത്താമെങ്കിൽ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 23 അനുസരിച്ച് ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളെ ലംഘിക്കാതെ ഒരു സംവിധാനമാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്നും അവർക്കും അത് നടത്താമെന്നും 2 ടയർ മോണിറ്ററിംഗ് സംവിധാനം ഇവർക്കുണ്ട് എന്നും, ഒന്ന് RBI ഗൈഡൻസും മറ്റൊന്ന് കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റീവ് സെക്ടറിന്റെ രജിസ്ട്രാറുടെ നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കണമെന്നുമുള്ള 2 2 ടയർ സംവിധാനങ്ങളിൽ കൂടിയാണ് ഈ സംവിധാനം പോകുന്നതെന്നും ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ ഒബ്സർവേഷൻ. തീർച്ചയായും വ്യക്തമാണ് ശ്രീ VK ബിജു, വ്യക്തമാണ്. ഒരു കാര്യം ശ്രീ എ സജീവൻ, വളരെ സമഗ്രമായ ഷാർപ്പായ ഒരു മാധ്യമ നിരീക്ഷണത്തിന്റെ സമയമെത്തി. അതിനാണ് താങ്കളെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിച്ചതും. ഒരുപക്ഷേ വലിയ 2-3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. മോഡി എല്ലാ അർത്ഥത്തിലും പതർന്നു എന്നത് പ്രതിപക്ഷവും അല്ലെങ്കിൽ സട്ടയർ പരിപാടികളിലും പറയുന്നത് മാത്രമല്ല, ആ പതർച്ചയുടെ അനുരണനമാണ് കോടതിയിൽ ഇന്ന് പ്രതിഫലിച്ചത് എന്ന് നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ? ഭരണഘടനാപരമായ പ്രശ്നമായേക്കാവുന്ന ഒരു കാര്യത്തിൽ അത്തരത്തിലുള്ള ആലോചനകളും ഹോംവർക്കും വേണ്ടതായ സംഭവ വികാസത്തിൽ ഇങ്ങനെ എടുത്തുചാടി ചെയ്തത് വേണ്ടവണ്ണം മുന്നൊരുക്കങ്ങൾ ചെയ്യാതെ ഉണ്ടായിരുന്നതെന്ന ആദ്യം മുതലുള്ള ആരോപണങ്ങൾ, ഒപ്പം സഹകരണ മേഖല വല്ലാതെ കള്ളപ്പണത്തിൻ്റെ സ്രോതസ്സാണ് എന്ന കാര്യം അഴിഞ്ഞു വീണത്, ആ വാദം അഴിഞ്ഞു വീണത് അടക്കമുള്ളവ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട കോടതി മുറിയുടെ വരാന്തകളിൽ. അങ്ങനെയാണോ ഇതിനെ നിരീക്ഷിക്കേണ്ടത്? ഇതിൽ ശ്രീ KVS ഹരിദാസ് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ കോടതി വിധിയല്ല കോടതിയുടെ ഈ അഭിപ്രായത്തെ ഈ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ആണെന്ന് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു വളരെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും കൃത്യ നിരീക്ഷണങ്ങളാണ്. വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന, ഇനിയും ഈ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ കോടതിയിൽ നിന്ന് എന്തൊക്കെ വരുമെന്ന സൂചന നൽകുന്ന പരാമർശങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു, ഇളവ് നൽകിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിക്ക് എതിരാവില്ലേ എന്ന് തന്നെയാണ്. ഞാൻ കോടതിയിൽ ഹാജരായ ആളൊന്നുമല്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ഓൺലൈനിലുള്ള വാർത്തകളെല്ലാം കണ്ടിട്ടാണ് പറയുന്നത്. ഈ ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം വളരെ വ്യക്തം. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കറിയാം, സർക്കാർ ഇത് കൊണ്ടുവന്നിട്ട് ഓരോ കാര്യങ്ങളിലും അബദ്ധം കാണിച്ചു. ഇപ്പോൾ കള്ളപ്പണമാണ് സഹകരണ ബാങ്കുകൾ ഉള്ളതെന്ന് പറഞ്ഞു. ആ കള്ളപ്പണമാണെന്ന് പറയുന്ന അതേ സമയത്ത് ഇന്ന് ബാംഗ്ലൂരിൽ പോലും പിടിച്ചെടുത്തിട്ടുള്ള നോട്ടുകൾ, കള്ളനോട്ടുകൾ, അത് 2000-ന്റെ നോട്ടുകളാണ്. അതൊന്നും സഹകരണ ബാങ്കുകൾ കൊടുത്താലല്ലോ. ഇവിടെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളും കോടതി ചോദിച്ചു എങ്ങനെയാണ് ശ്രീ സജീവൻ, അതും ഇന്ന് കോടതി ചോദിച്ചു എങ്ങനെയാണ് ഈ പുതിയ പണമൊക്കെ ഇവരുടെ കയ്യിൽ എത്തിയത്, അതിനൊന്നും ഒരു കീഴ്വഴക്കവും ഉണ്ടായിരുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. ഇന്ന് അതിൻ്റെ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് അങ്ങനെ ഒരു ചോദ്യം കോടതി ചോദിച്ചത് തന്നെ സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ്. ഇതിനിടയിൽ ഇപ്പോൾ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായിട്ട് ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് അതുകൊണ്ടാണ് ഇവിടുത്തെ കള്ളപ്പണമൊന്നും പിടിക്കാൻ പറ്റാതെ ആയിപ്പോയതെന്ന് പറഞ്ഞ് തടി തപ്പാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. അതുകൊണ്ട് ആ വഴി പോലും ഉണ്ടാവരുത്. നമുക്കറിയാം, ബാർക്കോഴ കേസിലാണെങ്കിലും സോളാർ കേസിലൊക്കെ ഉണ്ടായതുപോലെ വളരെ ശക്തമായ രൂപത്തിലുള്ള ഒരു നിലപാട് കോടതി എടുക്കുകയാണ്. സർക്കാരിനെ അങ്ങ് അഴിച്ചു വിട്ടു കൊടുത്തിട്ട് ഇനി മുറുകെ പിടിക്കുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് ചോദിച്ചത്, 15 ദിവസം കൂടി കാത്തിരുന്നാൽ പോരെ? അതുകൂടി കാത്തിരിക്കാൻ വലിയ പ്രശ്നമില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഇനി വരാൻ പോകുന്ന സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. നമുക്കറിയാം, രാജ്യവ്യാപകമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കള്ളനോട്ടുകൾ ഈ നോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു, കണക്കിൽപ്പെടാം. അതെല്ലാം ഈ പറയുന്ന വെളുപ്പിക്കുകയാണ്. എങ്ങനെയാണ് നമുക്കൊരു 2000-4000 രൂപ മാറിക്കിട്ടാൻ എത്ര സമയം ക്യൂ നിൽക്കണം? പക്ഷേ ഇവിടെ കോടികളുടെ ഇന്ന് പിടിച്ചതിൽ 2 കോടിയിലേറെ രൂപ ആണ് പിടിച്ചിട്ടുള്ളത്. അതിൽ 90% 2000-ന്റെ നോട്ടുകൾ. ഇങ്ങനെ വരുന്നതിനെ ഇതിൻ്റെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ
കോടതി പോലും ഇനി രംഗത്ത് വരും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പിന്നീട് സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായിട്ട് നിലപാട് വന്നിട്ടുള്ളത് ഇതുവരെയുള്ള നോട്ടുകൾ മാറിയിരിക്കുന്ന ഈ കുറഞ്ഞ ദിവസത്തിനിടയിൽ 10 മുതൽ 14 വരെ ഈ ദിവസത്തിനിടയിൽ വാങ്ങിയെടുത്ത നോട്ടുകൾ പിൻവലിക്കുക എന്നുള്ളത്. നേരത്തെ KVS ഹരിദാസ് പറഞ്ഞ ഒരു കാര്യം കൂടി, ഇതൊക്കെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ ഉള്ള നോട്ട് അവർ ശേഖരിച്ച പഴയ നോട്ടുകൾ പിന്നെ മാറിക്കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ല സർക്കാർ എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ പിന്നെ സർക്കാരിന് കോടതിയുടെ ഉത്തരവിന് കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. സർക്കാർ തന്നെ പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നില്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ടും കേന്ദ്ര സർക്കാരിന് എതിരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആഞ്ഞടിക്കുന്ന ഒരു നടപടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നടപടികളുടെ തലമണ്ടയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ആഘാതമാണെന്നുള്ള കാര്യത്തിലൊരു സംശയം. അതാണ് KVS 15 ദിവസം കാത്തിരിക്കാനാണ് പറഞ്ഞത്, കാത്തിരിക്കുകയേ വേണ്ട എന്നല്ല പറഞ്ഞത്. അതാണ് അതിലെ പോസിറ്റീവ് വശം. താങ്കൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. തീർച്ചയായും താങ്കൾക്ക് ഷാർപ്പായ ചില വിമർശനങ്ങളും പ്രതിരോധവും ഉണ്ടാകും. താങ്കളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. അതാണ് KVS. ബൈബിളിൽ ഒരു വചനമുണ്ട്, ഒരൊട്ടകം സൂചിമുനയിലൂടെ കടക്കുന്നത് പോലെയാകും സമ്പന്നൻ സ്വർഗത്തിലേക്ക് കടക്കുകയെന്ന്. യഥാർത്ഥത്തിൽ ആ സൂചിമുനയിലൂടെയാണോ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ കടക്കുന്നത്? അങ്ങനെ കടക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. ഭരണഘടനാ പ്രശ്നം പോലുമായി ഒരുപക്ഷെ കോടതിയുടെ അന്തിമ വിധിയിൽ പരിണമിച്ചേക്കാം എന്ന സൂചനകൾ നിയമവിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നു ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട്. ഒപ്പം സഹകരണ മേഖലയ്ക്ക് ഇപ്പോൾ നൽകിയ പ്രതിസന്ധി ഈ സാധാരണക്കാർ മുഴുവൻ അനുഭവിച്ച പ്രശ്നങ്ങൾ ബാക്കിയാക്കി ഇതെല്ലാം സ്മൂത്ത് വേയിൽ പരിഹരിക്കുന്ന ഒരു കാഴ്ച ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ പരാജയം. ഞാനിപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ബിജു, ബിജു എന്നല്ലേ പേര്, ബിജു സംസാരിച്ചിരുന്നല്ലോ, VK ബിജു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഭരണഘടനാ പ്രശ്നമുണ്ട്, നോട്ട് റദ്ദാക്കിയതിൻ്റെ സാങ്കേതികത്വമുണ്ട്, നിയമപ്രശ്നമുണ്ട്, ഒക്കെ തന്നെയുണ്ട്. അതൊക്കെ കോടതി പരിഗണിക്കട്ടെ, ഇനി ദിവസങ്ങളിൽ പരിഗണിക്കട്ടെ. ഏതായാലും അത്തരം വളരെ എന്താ പറയുക, ഒരു വലിയ ഹർജിയുടെ പുറത്തുള്ള നിലപാടുകളൊന്നും ഇന്ന് നമ്മൾ പുറത്ത് കണ്ടിട്ടില്ല ഏതായാലും. കാരണം അതൊക്കെ പരിഗണിക്കട്ടെ, പരിഗണിച്ച് തീരുമാനം എടുക്കട്ടെ, യാതൊരു സംശയമില്ല. കാരണം നോട്ട് റദ്ദാക്കിയതിൻ്റെ സാങ്കേതികത്വവും നിയമവശവും ഭരണഘടനാ പ്രശ്നങ്ങളും ഒക്കെ തന്നെ കോടതിയുടെ പരിഗണിക്ക് വരേണ്ടത് തന്നെയാണ്, ചർച്ച ചെയ്യട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതൊന്നും നിസ്സാരവൽക്കരിക്കേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ നേരത്തെ ശ്രീ ജയരാജനൊക്കെ സൂചിപ്പിച്ച പോലെ സഹകരണ പ്രസ്ഥാനത്തിന് കേരളത്തിലൊരു വലിയ പങ്കുണ്ട്. നമ്മുടെ റൂറൽ എക്കണോമിയിൽ അവർക്കൊരു വലിയ സ്ഥാനവുമുണ്ട്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അജീം ഷാദെ നമ്മൾ കാണേണ്ടത്, ഈ നോട്ട് റദ്ദാക്കൽ വന്നത് മുതൽ എടുത്തിട്ടുള്ള ചില പ്രതികരണങ്ങളും ചില നടപടികളും അതിനെതിരായിട്ട് സ്വീകരിച്ചിട്ടുള്ള ചില പരസ്യ നിലപാടുകൾ, ഇതൊക്കെയാണ് ഈ പ്രശ്നത്തെ വഷളാക്കിയത്. ആദ്യ ദിവസം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയ ഒരു പ്രതികരണം, അതിനുശേഷം റിസർവ് ബാങ്കിന് മുമ്പിൽ ധർണ നടത്താൻ പോയത്, പിന്നീട് UDFും LDFും ചേർന്ന് നടത്തിയിട്ടുള്ള സംയുക്ത നീക്കങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാ. പക്ഷെ ഇവിടെ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സംശയം, അതായത് ഇതൊക്കെ സംശയം ശ്രീ KVS, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ രീതിയിൽ സഹകരണ മേഖലയെ ആശ്രയിച്ച് വിശ്വസിച്ചെത്തിയ വലിയൊരു ജനവിഭാഗം, തങ്ങൾക്ക് സഹായം കിട്ടിയ വലിയൊരു ജനവിഭാഗം, നിഷേധിക്കാനാകില്ലല്ലോ. അത്തരത്തിലുള്ള ജനവിഭാഗത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ വന്നപ്പോഴല്ലേ മുഖ്യമന്ത്രി അടക്കമുള്ളവർ RBIയുടെ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരുന്നത് അല്ലെങ്കിൽ പ്രതിഷേധവുമായിരുന്നത്? അതിനെ എന്തിനാണ് അത്തരത്തിൽ കൂട്ടി വായിക്കുന്നത് മനസ്സിലായി? അതിലേക്ക് വരാം. ഞാൻ അതിലേക്കാണ് വരുന്നത്. അജീം ഷാദെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. സർവകക്ഷി യോഗം ചേർന്നു ഇതിനിടയ്ക്ക്, മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ സർവകക്ഷി യോഗം. അതിലും BJPയുടെ പ്രതിനിധികൾ എന്താ പറഞ്ഞത്? സഹകരണ ബാങ്കുകൾ നിലനിൽക്കട്ടെ, പക്ഷെ നിലനിർത്തുമ്പോൾ തന്നെ അത് പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്, KYC ഉൾപ്പെടെയുള്ള നിബന്ധനകൾ. ആ കാര്യത്തിൽ ശക്തമായ നിലപാടുകളും നടപടികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ സമയത്ത് ആർക്കും യോജിക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണെന്ന് BJP നേതാക്കന്മാരെ യോഗം വിട്ടിറങ്ങിപ്പോയത്. പിന്നീട് ആ സമയത്ത് LDFനും UDFനും സമാനമായ നിലപാടായിരുന്നു. ഞാൻ അപ്പോഴും വിചാരിക്കുന്നത്,
നമ്മൾ അജിം ഷാദി ഒരു കാര്യം ഓർക്കേണ്ടത്, ജയരാജന് ഓർമ്മയുണ്ടാവും, 2003 ജി സുധാകരൻ സഹകരണ മന്ത്രിയായിരുന്ന സമയത്ത് ഈ KYC സംബന്ധിച്ചുള്ള ചില നിബന്ധനകൾ പുറപ്പെടുവിച്ചിരുന്നു. അവിടുത്തെ നിക്ഷേപകരുടെ ഡീറ്റെയിൽസ് എടുക്കണം, അപ്പോൾ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞൊരു സർക്കുലർ തന്നെ സഹകരണ വകുപ്പ് ഇറക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ കോപ്പി കണ്ടിട്ടില്ല, പക്ഷെ ആ തരത്തിലൊരു സർക്കുലർ ഇറങ്ങിയിരുന്നു 2003 തന്നെ. സുധാകരൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും തർക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ ആ നിലപാടിലേക്ക് ഈ സമയത്ത് 2016 ഈ സർവകക്ഷി യോഗത്തിന് ശേഷം നമ്മുടെ ഇടതുമുന്നണി ഗവൺമെൻറ് വന്നെത്തി. കാരണം സഹകരണ വകുപ്പ് പുറപ്പെടുവിച്ച സർക്കുലർ നമ്മൾ കണ്ടല്ലോ. അതിന് ശേഷം എല്ലാ സഹകരണ ബാങ്കുകളും KYC വാങ്ങണം, നിക്ഷേപകരുടെ വിശദാംശങ്ങൾ വാങ്ങണം. ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ സർവകക്ഷി ഡൽഹിക്ക് പോകാനിരുന്ന സർവകക്ഷി സംഘത്തോടൊപ്പം BJP-ക്കാരെയും കൂടി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അന്ന് സർവകക്ഷി യോഗത്തിൽ ഇതിന് അല്ല ശ്രീ KVS, അതൊക്കെ പാലിക്കുന്നുണ്ട് നേരത്തെ എന്നുള്ളതല്ലേ നബാർഡ് അടക്കം കോടതിയിൽ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ KYC പാലിക്കുന്നില്ല എന്ന് പ്രചരിപ്പിച്ചത് തെറ്റാണെന്നല്ലേ വരിക? അല്ല അജിം ഷാദ്, അല്ല അജിം ഷാദെ, ഞാൻ അതിലേക്ക് വരാം, നബാർഡിന്റെ നിലപാടിലേക്ക് വരാം. ഞാനിത് പറയാൻ കാരണം ഈ KYCയുടെ കാര്യത്തിൽ അന്നൊരു നിലപാട് എടുത്തിരുന്നുവെങ്കിൽ കേരളത്തിലെ മുഴുവൻ പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അതിൽ ഇടത് മുന്നണിക്ക് ആശങ്കയോ അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നതാണ് പിന്നീട് സഹകരണ രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഉത്തരവ് കാണിക്കുന്നത്. പക്ഷെ അതിലന്ന് UDF-കാർക്കായിരുന്നു ആശങ്ക. ഞാനിപ്പോഴും പറയുന്നത് ഈ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിനകത്തൊരു ടേണിംഗ് പോയിന്റ് കാണേണ്ടത് അജിം ഷാദെ. രമേശ് ചെന്നിത്തല ഈ സഹകരണ പ്രശ്നത്തിൽ ഇടതു മുന്നണി സർക്കാരിനെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വന്ന നിമിഷം ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ഏതായിരുന്നു? KYC വേണം എന്ന് സഹകരണ വകുപ്പ് ഉത്തരവ് ഇറക്കിയതിൻ്റെ പിന്നാലെയാണ് രമേശ് ചെന്നിത്തല സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പരസ്യമായിട്ട്. ഇത് രണ്ടും നമ്മൾ കാണാതെ പോയിക്കൂടാ. അപ്പോൾ ഈ ഇടത് മുന്നണി സർക്കാർ, ഞാൻ വിചാരിക്കുന്നത് ഇടത് മുന്നണിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ UDF-ന്റെ താല്പര്യത്തിന് കൂടി വഴങ്ങിയത് കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രത്തോളം വഷളായത്. ആണോ ശ്രീ MV ജയരാജൻ? അതായത് വളരെ സെൻസിബിളായ, വളരെ മിടുക്കനായ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ശ്രീ KVS ഹരിദാസ്. അത്തരത്തിൽ നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകാനാണെന്ന് തോന്നുന്നു ശ്രീ KVS-ന്റെ ലക്ഷ്യം. ഒരുപക്ഷെ ശ്രീ MV ജയരാജൻ, അതായത് പ്രധാന പ്രശ്നം അതിന് മറുപടി കൊടുക്കുന്നതോടൊപ്പം അല്ല ശ്രീ MV ജയരാജൻ, അതിന് മറുപടി കൊടുക്കുന്നതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ചെറിയ ആശ്വാസം കിട്ടി എന്നുള്ളത് ശരിയാണ്, പക്ഷേ വിശ്വാസം പൂർണ്ണമായും സ്വായത്തമാക്കുന്ന തരത്തിലേക്ക് സഹകരണ ബാങ്കുകളുടെ പരിഭവങ്ങൾ മുമ്പിലോട്ട് വെക്കുന്ന തരത്തിലേക്കുള്ള പരിഹാരം കോടതിയുടെ ഇന്നത്തെ വിധിയിലോ അല്ലെങ്കിൽ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട ഈ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചേക്കാവുന്ന വിധിയിലോ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാണോ ഒരുപക്ഷെ മുഖ്യമന്ത്രി ദൗർഭാഗ്യകരമെന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞതും ശ്രീ MV ജയരാജൻ? കോടതിയുടെ വിധി വന്നില്ല. സുപ്രീം കോടതി നേരത്തെ ഒരു നിരീക്ഷണം നടത്തി. ആ നിരീക്ഷണം വാണിജ്യ ബാങ്കും സഹകരണ ബാങ്കും തമ്മിൽ വിവേചനം പാടില്ലെന്ന നിരീക്ഷണമായിരുന്നു. ആ നിരീക്ഷണം പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിരീക്ഷണം വന്നു. അത് വിമർശന വിധേയമാണ്. യഥാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമാണ്. അത് ഇടതുപക്ഷം, UDF, BJP എന്ന വ്യത്യാസമില്ല. BJP ഭരിക്കുന്ന 9 സഹകരണ ബാങ്കുകൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. KVS ഇതാദ്യമായി ഒരു കാര്യം സമ്മതിച്ചു: കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ സഹകരണ ബാങ്ക് നിർണായകമാണ്. ഇതല്ലല്ലോ കുമ്മനം രാജശേഖരൻ പറയുന്നത്, ഇതല്ലല്ലോ ഉള്ളേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പ എടുത്തതിന് ശേഷം കെ സുരേന്ദ്രൻ പറയുന്നത്. അവർ രണ്ടുപേരും പറയുന്നത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നല്ല. പിന്നെയോ അവർ പറയുന്നത് സഹകരണ ബാങ്കിൽ കള്ളപ്പണമാണ്, അതുകൊണ്ട് സഹകരണ ബാങ്ക് തകരണം. ഈ സഹകരണ ബാങ്കുകൾക്കെതിരായി ഇങ്ങനെ നാട് നീളെ പറയുന്ന BJPക്ക് എങ്ങനെയാണ് ഒരു പ്രതിനിധി സംഘത്തോടൊപ്പം ഡൽഹിയിൽ പോകാൻ കഴിയുക?
അപ്പോൾ അവർ നടത്തിയ ആക്ഷേപം രാഷ്ട്രീയമാണ്. അങ്ങനെ നമ്മൾ അതിനെ കാണണം. ആ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ചതിനെ തുറന്നാണ് അവർക്ക് ഡെലിഗേഷൻ എന്ന നിലയിൽ വരാൻ കഴിയാത്തത്. ഈ രാഷ്ട്രീയം അവർ മാറ്റിയാൽ പ്രശ്നം തീർന്നു. എന്താ ഇവിടുത്തെ പ്രശ്നം? KYC മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വലിയ ആനക്കാരിയൊന്നല്ല. അത് ഐഡന്റിറ്റി കാർഡ് ഒരു നിക്ഷേപം ബാങ്കിൽ കൊടുക്കുന്ന സമയത്ത് കൈവശം ഉണ്ടാവുക, പാൻ കാർഡ് ഉള്ളവർ ആ പാൻ കാർഡ് ഹാജരാക്കുക. ഇതാണ് നിക്ഷേപകനെ അറിയുക എന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനം. പ്രാഥമിക സഹകരണ ബാങ്ക് KYC മാനദണ്ഡം പാലിക്കാനുള്ള നിയമവ്യവസ്ഥയില്ല. എന്നാൽ സഹകരണ ബാങ്കിൽ ഉൾപ്പെടെ KYC മാനദണ്ഡം ബാധകമാക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കാ എതിർപ്പുമില്ല. നമ്മൾ റിസർവ് ബാങ്കിന് മുമ്പാകെ പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കിന് ലൈസൻസിന് ആവശ്യപ്പെട്ടു. എന്താ റിസർവ് ബാങ്ക് പറഞ്ഞത്? അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്ന പ്രാഥമിക സർവീസ് സഹകരണ ബാങ്ക് ലൈസൻസ് വേണ്ട. അപ്പോൾ പിന്നെ KYCയുടെ പ്രശ്നം വരുന്നില്ല. പിന്നെ ജില്ലാ ബാങ്ക്, സംസ്ഥാന സഹകരണ ബാങ്ക്, ഇതെല്ലാം ആ മാനദണ്ഡം പാലിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് നബാർഡ് റിപ്പോർട്ട് ചെയ്തത്. ഒരു തർക്കവും ഇല്ല. ഹൈക്കോടതിയിൽ നിന്ന് ഇടയ്ക്കൊരു വിധി വന്നു. ഇൻകം ടാക്സ് പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഈടാക്കിയ തുക തിരിച്ചു കൊടുക്കണം. അത് TDS തിരിച്ചു കൊടുത്തു. എന്താ ഹൈക്കോടതി പറഞ്ഞത്? ഇത് അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച നിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ വാദമെല്ലാം പൊളിഞ്ഞു. ഇനി മുഖ്യമന്ത്രി തന്നെ ഒരു കാര്യം വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങളുടെ പണമാണ് സഹകരണ ബാങ്കിലുള്ളത്. ആ സഹകരണ ബാങ്കുകൾ എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം. കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പരിശോധനയ്ക്ക് എന്തെല്ലാം സംവിധാനമുണ്ട്? ഓഡിറ്റർമാർ, IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ളതാണ് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. അവർ ഓഡിറ്റ് നടത്തുന്നു. വിജിലൻസ് സംവിധാനമുണ്ട്, ഒംബുഡ്സ്മാന്റെ സംവിധാനമുണ്ട്, ട്രിബ്യൂണലുണ്ട്, ആർബിട്രേറ്റർ ഉണ്ട്. ഈ 5 സ്ക്രൂട്ടിനിയാണ് കേരളത്തിലെ സഹകരണ നിയമം അനുസരിച്ച് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ അടക്കമുള്ള ബാങ്കുകളിൽ എന്തെങ്കിലും ക്രമവിരുദ്ധമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളത്. ഇനി ശരി, ആ 5 നിയമത്തിൻ്റെ പരിശോധനകൾ പോരാ, എന്തെങ്കിലും വേറെ പരിശോധന വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റിന് അഭിപ്രായമുണ്ടെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കി പരിശോധിച്ചോ. ഇതിനാരായി എതിർപ്പ്? ഇക്കഴിഞ്ഞ 37 ദിവസത്തിനിടയിൽ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണമാണെന്ന് പറഞ്ഞ് വാദിച്ചവരുടെ വാദം എവിടെയെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞോ സഹകരണ ബാങ്കിൽ കള്ളപ്പണമാണെന്ന്? പറഞ്ഞില്ല. ആകെ സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം എന്താ? സഹകരണ ബാങ്കുകൾക്ക് വാണിജ്യ ബാങ്കുകളെ പോലെ കള്ളനോട്ട് കണ്ടെത്താനുള്ള വൈദഗ്ധ്യമില്ല. ഇതാണ് വാദമെങ്കിൽ KVSA കള്ളനോട്ട് കണ്ടെത്താനുള്ള മിഷൻ വെക്കണം എന്ന് പറഞ്ഞാൽ പോരെ? പ്രശ്നം തീർന്നില്ലേ? ഇതാ ഹൈക്കോടതി മറ്റൊരു വിധിയിൽ പറഞ്ഞു, വ്യക്തികളുടെ ആദായ നികുതി ഇൻകം ടാക്സ് നോക്കേണ്ടതാണ്. അതോടൊപ്പം സഹകരണ ബാങ്കിന്റെ ലാഭത്തിന് ആദായ നികുതി, അതിനെക്കുറിച്ച് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞതെന്താണെന്നറിയോ? ആ ലാഭം എന്ന് പറയുന്നത് അംഗങ്ങളുടെ ഇടയിലുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട ലാഭമാണ്. അതിന് നികുതി ഏർപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പൊ 2 കാര്യത്തിലും ബന്ധപ്പെട്ട കോടതികളുടെ വിലയിരുത്തൽ വന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ഭാഗം നോക്കാം. സഹകരണ ബാങ്ക് 1.28 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം, അത് ജനങ്ങളുടെ പണയല്ലേ? കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ 3.25 കോടി പേർ കേരളീയർ അംഗങ്ങളല്ലേ? 1.25 കോടി ആളുകളുടെ നിക്ഷേപമല്ലേ ഈ നിക്ഷേപം? ഇത് 10 80 വരുന്ന അതിസമ്പന്നരുടെ പണമല്ല. നമ്മളെ ഏതെങ്കിലും ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്യുമ്പോൾ അവന്റെ ഗ്രാറ്റുവിറ്റി ആ പണ സഹകരണ ബാങ്കിൽ. ഇതൊരു കള്ളപ്പണമേ അല്ല. അപ്പൊ BJP രാഷ്ട്രീയമായി ഉയർത്തിയ ആക്ഷേപം KVS ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അത് തള്ളിക്കളയുന്നു എന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം അദ്ദേഹമാണ് ആദ്യമായി ഗ്രാമീണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനമാണ് സഹകരണ ബാങ്ക് എന്ന് സമ്മതിച്ചത്. ഈ കാര്യം
ആ സുരേന്ദ്രനെ കൊണ്ടും കുമ്മനം രാജശേഖരനെ കൊണ്ടും പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള തർക്കം തീർന്നു, എന്നിട്ട് കൂട്ടായി പോകാം. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തോടൊപ്പം അവരൊരിക്കൽ പോലും കേരളത്തിലെ സഹകരണ ബാങ്കുകളെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചില്ല. എന്താ കോടതിയുടെ നിരീക്ഷണത്തിലെ നിരാശാജനകമായ ഭാഗം? അത് മറ്റൊന്നുമല്ല, സഹകരണ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകളെ പോലെ കണക്കാക്കണമായിരുന്നു. സഹകരണ ബാങ്കുകൾക്ക് വാണിജ്യ ബാങ്കുകൾ ഇന്ന് ചെയ്യുന്നത് പോലെയുള്ള ബാങ്കിങ് വ്യാപാരം നടത്താൻ അനുവദിക്കണമായിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ നിക്ഷേപം മഹാഭൂരിപക്ഷം സഹകരണ ബാങ്കിലാണ്. കേരളത്തിലെ ജനങ്ങളുടെ വായ്പ മഹാഭൂരിപക്ഷം സഹകരണ ബാങ്കിലാണ്. CD റേഷ്യോ എത്രയാ KVSA സഹകരണ ബാങ്കിൽ? 80%. എത്രയാ KVSA വാണിജ്യ ബാങ്കിൽ? 56%. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാണിജ്യ ബാങ്കിൽ എത്രയായിരുന്നു CD റേഷ്യോ? കേവലം 35%. അപ്പൊ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളുടെ രക്ഷകരാണ്. അത് നമ്മൾ കാണണം. അതുകൊണ്ട് നമുക്ക് കൂട്ടായി എത്തിക്കാം. താങ്കളിൽ സഹകരണ പ്രസ്ഥാനത്തിന് വിശ്വാസം ഞാൻ കാണുന്നു. കുമ്മനം രാജശേഖരനും സുരേന്ദ്രനും അതില്ല. അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന് വിശ്വാസം അർപ്പിക്കുന്ന താങ്കൾക്കുൾപ്പെടെ മുൻകൈയെടുക്കാം. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഏതെങ്കിലും ഒരു ബാങ്കിൽ ക്രമവിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ 5 സംവിധാനം അന്വേഷിക്കുന്ന ആ സഹകരണ ബാങ്കുകളിലെ നടപടിയിൽ അവർ കണ്ടെത്താത്ത, ഒരു IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ഓഡിറ്റ് വിഭാഗം കണ്ടെത്താത്ത എന്തെങ്കിലും തെറ്റ് ഏതെങ്കിലും സഹകരണ ബാങ്കിൽ കണ്ടെത്തിയാൽ അതിനെ തീർച്ചയായും ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യും. പക്ഷേ എലിയെ പിടിക്കാൻ ഇല്ലം ചൂടാൻ പാടില്ല. ഇത്രയും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയ മറ്റൊരു നടപടിയില്ല. നിങ്ങൾ ഈ കറൻസി നിരോധനം, ഒരു ഗർഭിണി ക്യൂവിൽ നിന്ന് പ്രസവിക്കേണ്ട ഗതികേട് ഇന്ത്യയിലുണ്ടായി. ഒരു ചായക്കാരൻ പ്രധാനമന്ത്രിയായി ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ ചില്ലറ കൊടുക്കാൻ കഴിയാത്ത ഗതികേട് നാട്ടിലുണ്ടായി. ഇതാണ് നാടിന്റെ അവസ്ഥ. അതാണ് ശ്രീ KVS. സഹകാരികളായ BJP-ക്കാരുമുണ്ട്, അവരെ കൂടി സംഘടിപ്പിച്ച് താങ്കൾക്ക് ഒരു സ്കോപ്പ് ഉണ്ട്, അങ്ങനെ വന്നാൽ ഞങ്ങൾ താങ്കളെയും സ്വീകരിക്കാം എന്ന വിശാല അർത്ഥത്തിൽ കൂടിയാണ് ശ്രീ MV ജയരാജൻ അതിന്റെ പരിഹാസം മുമ്പോട്ട് വെച്ചത്, അല്ലെങ്കിൽ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചത്. തീർച്ചയായും ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം. ശ്രീ KVS, അതാണ്, അതായത് അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച പണത്തിന് അത്തരത്തിൽ KYC മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ട ഒരു അവസ്ഥ സംജാതമാക്കിയിരുന്നില്ല. 1. 2, ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സർവീസ് സഹകരണ ബാങ്കുകളും ഒക്കെ സർവീസ് ബാങ്കും ഒക്കെ കൃത്യമായി KYC പാലിക്കുന്നുണ്ട്. നബാർഡ് അടക്കം അത് പറഞ്ഞതിൻ്റെ സ്വീകാര്യത മനസ്സിലാക്കാവുന്നതാണ്. ഒപ്പം വലിയ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. 80% വരുന്ന സ്വത്തുക്കൾ കേന്ദ്രീകരിക്കപ്പെട്ട മുതലാളിമാരെ സമീപിക്കുന്നത് പോലെ സമീപിക്കരുത്. ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട നിക്ഷേപകരെ, സാധാരണക്കാരെ എന്നതിൽ വലിയ രാഷ്ട്രീയമുണ്ട്. MV ജയരാജൻ പറഞ്ഞതിൽ അടിവരയിടേണ്ടതാണ്. ഇന്നും ആക്സിസ് ബാങ്കിൽ നിന്ന് 60 കോടിയുടെ വ്യാജ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് നോയിഡയിൽ. ഇത്തരത്തിൽ പോകുമ്പോൾ വെറുതെ സഹകരണ ബാങ്കിനെതിരെ ഇങ്ങനെ കരുതിനിഴൽ വീഴ്ത്തണമായിരുന്നുവോ? തിരിച്ചടി വരും ശ്രീ KVS. അല്ല ജിംഷാദെ, ഞാൻ ശ്രീ ജയരാജൻ പറഞ്ഞൊക്കെ ആ നിലയ്ക്ക് കാണാം നമുക്ക്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സഹകരണ ബാങ്കുകൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആവണം എന്നതാണ് പ്രശ്നം. അവിടെയാണ് തർക്കമുള്ളത് പലപ്പോഴും. ഞാൻ എല്ലാ ബാങ്കുകളും ഒരേപോലെ സംശുദ്ധമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജയരാജന് പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ബാങ്കുകളിലും അനധികൃത നിക്ഷേപങ്ങളുണ്ട് എന്നൊരു ആക്ഷേപം വളരെ കാലമായിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിൽ തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾക്കുമില്ലേ അവർക്ക് മാനദണ്ഡമാകാത്ത ഇവർക്ക് മാത്രം മാനദണ്ഡമാകുന്നത് എന്ത് തരത്തിൽ? അങ്ങനെയെങ്കിൽ ഉണ്ട്. അല്ല ജിംഷാദെ, ഞാൻ പറയുന്നത് ഇപ്പൊ ആക്സിസ് ബാങ്കിൽ ഇന്ന് നമ്മൾ കണ്ടില്ലേ ആക്സിസ് ബാങ്കിലെ നോയിഡയിൽ ഒരു ബ്രാഞ്ചിൽ 20 ഫോൾസ് അക്കൗണ്ടിൽ കൂടിയായിട്ട് ഏതാണ്ട് 60 കോടി രൂപ മാറ്റിയ കാഴ്ച നമ്മൾ ഇന്ന് കണ്ടില്ലേ ആക്സിസ് ബാങ്കിൽ. ഡൽഹിയിൽ നിന്ന് പിടിച്ചില്ലേ, പൂനെയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ ചെസ്റ്റിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക പിടിച്ചില്ലേ. അപ്പൊ ആ തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് ബാങ്കിങ് സെക്ടറിൽ. അതിന്റെ ഒരു ഭാഗം സഹകരണ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ സംഭവിച്ചെങ്കിൽ അവർക്ക് നൽകിയ പ്രിവിലേജ് സഹകരണ
അല്ല KVS, അതായത് അവർക്ക് നൽകിയ പ്രിവിലേജ് നൽകിക്കൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ അങ്ങനെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ സാധാരണക്കാരെ ഇത്ര കണ്ട് വലയ്ക്കുകയും അവരെ മുൾമുനയിൽ ആശങ്കയിലാക്കുകയും ചെയ്യില്ലായിരുന്നല്ലോ. ഇതാണ് കേരള സർക്കാരും ശ്രീ MV ജയരാജൻ അടക്കമുള്ളവരും പറയുന്നത്. അല്ല അതില് അജിം ഷാദെ അതിലുള്ള പ്രശ്നം ഈ പഴയ നോട്ട് മാറിക്കൊടുക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾക്കാണ് കൊടുത്തത്. അതിൽ തന്നെ നബാർഡിന്റെ നിയന്ത്രണത്തിലാണ് ജില്ലാ ബാങ്കുകളെന്ന് നമുക്കറിയാം. ഈ നബാർഡിന് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നബാർഡിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നതാണ്. സഹകരണ ബാങ്കുകൾ അവരുടെ സാധാരണ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് അവരുടെ നിക്ഷേപങ്ങൾ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ജില്ലാ ബാങ്കുകളിലാണ്. ഈ ജില്ലാ ബാങ്കുകളിൽ കോടിക്കണക്കിന് ഉറുപ്പിക വരുന്നുണ്ട്. ആ പണം ആരുടേതാണ്, അതിനൊരു മിറർ അക്കൗണ്ട് വേണം എന്നൊരു നിലപാട് നബാർഡ് നേരത്തെ സ്വീകരിച്ചിരുന്നു. ആ കാര്യത്തില് ജില്ലാ ബാങ്ക് ഈ പറഞ്ഞ ആരോപണത്തിനൊരു മറുപടി ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പരമായി തെറ്റാണ്. 1700 സർവീസ് സഹകരണ ബാങ്കുകൾ ഇതിനകം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ആ ബാങ്കുകളിലുള്ള 25 ലക്ഷത്തിൽ കൂടുതൽ നിക്ഷേപകരുടെ പേരും മേൽവിലാസവും കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഇത് ഏത് യുഗത്തിലാണ് ചർച്ച ചെയ്യുന്നത്? ഇൻകം ടാക്സ് കമ്മീഷണർ പങ്കെടുത്തുകൊണ്ട് സഹകാരികളുടെ വിപുലമായ ഒരു യോഗം എറണാകുളത്ത്, പഴയ കാര്യല്ലേ, ആ എറണാകുളത്ത് നടന്ന യോഗത്തെ തുടർന്ന് അദ്ദേഹം ഒരു സംതൃപ്തി രേഖപ്പെടുത്തി സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച്. എന്നിട്ട് 1700 ബാങ്കുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ആ ബാങ്കിലുള്ള 25 ലക്ഷത്തിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളവരുടെ വിവരങ്ങൾ കൊടുത്തു. ഇനി ആ നിക്ഷേപകരായ ആളുകളുടെ കയ്യിൽ ആദായ നികുതി ഈടാക്കേണ്ടവരുണ്ടെങ്കിൽ ഈടാക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ്. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, 100 കോടി രൂപയുടെ റെയ്ഡിൽ കണ്ടെത്തിയ ആ അനധികൃത സ്വത്ത് ഒരു സഹകരണ ബാങ്കിലുമല്ല ഈ കഴിഞ്ഞ 36 ദിവസത്തിനിടയിൽ. അതാണ് കാതലായ പ്രശ്നം. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ശ്രീ വി കെ ബിജു, അഡ്വക്കേറ്റ് വി കെ ബിജു, അതായത് വലിയ ചില കാര്യങ്ങൾ ഒരു പക്ഷേ ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കുകളെയും സംബന്ധിച്ച് ഉള്ള വിയോജിപ്പുകൾ ഇല്ല, മറിച്ച് പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളാണുള്ളത്. അങ്ങനെ വേർതിരിച്ച് കാണാവുന്ന ഒരു രീതിയിലേക്ക് BJPയും അല്ലെങ്കിൽ അവർക്ക് സൈദ്ധാന്തികം രചിക്കുന്നവരും എത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഭജിച്ച മാനം ഇന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നുവോ ശ്രീ വി കെ ബിജു? അങ്ങനെ കോടതി വിധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് മുമ്പ് തന്നെ KVS സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ 10/11 സർക്കുലർ അനുസരിച്ചിട്ടാണ് ജില്ലാ ബാങ്കുകളുടെ ആദ്യം 8/11 കൊടുത്തിട്ടുള്ള ക്യാഷ് കളക്ട് ചെയ്യുവാനും എക്സ്ചേഞ്ച് ചെയ്യുവാനും കൊടുത്തിട്ടുള്ള, അതായത് പഴയ നോട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യുവാനുള്ള അധികാരം പിൻവലിച്ചതും കൊടുത്തതും 2 നോട്ടിഫിക്കേഷനിൽ. കൊടുത്തത് 8/11 നോട്ടിഫിക്കേഷൻ, പിൻവലിച്ചത് 10/11 നോട്ടിഫിക്കേഷൻ. അപ്പോൾ എന്തിനാ കൊടുത്തത് അവർ KVS പറഞ്ഞതുപോലെ തന്നെ RBIയുടെ ഡയറക്റ്റ് നിയന്ത്രണത്തിൽ വരുന്നതുകൊണ്ടാണ്. അപ്പം 10/11 എന്തിനാ പിൻവലിച്ചത് അതാർക്കും അറിയില്ല. അതാ ഇന്ന് AGയും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊടുത്തതും എന്തിനാണെന്നറിയില്ല, പിൻവലിച്ചതും എന്തിനാണെന്നറിയില്ല, ഡിമോണിറ്റൈസേഷൻ എന്താണെന്നും അറിയില്ല. വ്യക്തമാണ് ശ്രീ അഡ്വക്കേറ്റ് സമയപരിമിതി കൊണ്ട് ക്ഷമിക്കുക, എനിക്ക് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. അവസാനമായി ശ്രീ A സജീവൻ, എങ്ങനെയാണ് ഈ കാര്യങ്ങളെ നിരീക്ഷിക്കാനാവുന്നത്? വളരെ ചുരുക്കി പെട്ടെന്ന്. അതായത് ഇങ്ങനെ വിശ്വാസം സഹകരണ ബാങ്കുകൾക്ക് പോയ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ജനങ്ങളുടെ ജീവിതമാണ് അവിടെ വഴിമുട്ടിയത്. ഒരുപക്ഷെ ആ വിശ്വാസം തകർന്നാൽ സഹകരണ മേഖലയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വരില്ലേ? കോടതിയിൽ ഒരുപക്ഷെ അനുകൂലമായി വിധി ഉണ്ടായാലും ഭാവിയിൽ സഹകരണ മേഖലയ്ക്ക് അത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ആഘാതമല്ലേ സർക്കാരിന് ഈ തീരുമാനം നൽകിയത്? അതിനെ നമുക്ക് നിഷ്പക്ഷമായി ഏറ്റവും ഒടുവിൽ നിരീക്ഷിക്കുമ്പോൾ അഹിംസാദിലോ സംശയമില്ല, സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ട് ഏറ്റവും വലിയ ആഘാതം തന്നെയാണ്. അതിന് ന്യായീകരണമായിട്ട് KVS തന്നെ ഇപ്പോൾ 2 ചോദ്യങ്ങളും ഒരു പ്രസ്താവനയിലും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ RBIയുടെ മുമ്പിൽ സമരം ചെയ്യാൻ പോയത്?
നിങ്ങൾ എന്തിനാണ് UDF-ഉമായിട്ട് സഹകരിച്ച്? അതില്ലായിരുന്നെങ്കിൽ പരിഹരിക്കാമായിരുന്നില്ലേ? ഇതാണ് പ്രശ്നം. അതായത് ഇതിനെതിരെ ഞങ്ങളുടെ തീരുമാനത്തിനെതിരെ ഇങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി പോയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലായിരുന്നു പറഞ്ഞാൽ ഇത് ബോധപൂർവം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ചർച്ച പൂർണ്ണമാകുമ്പോൾ ആടാം പാടാം, പക്ഷേ ജീവിതങ്ങൾ കൊണ്ട് പന്താടരുത്. അങ്ങനെ കളിച്ചാൽ ആ കളിയിൽ കൊതിവിടും എന്ന നാട്ടുവർത്തമാനത്തോടെ ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.